അതുപോലെ ഞാനൊരു വോൾവോ എടുക്കുന്ന ടൈമിൽ പേഴ്സണലി ഉം. അപ്പൊ ഇന്ന വണ്ടി അത് വേണ്ട, ഇന്ന വണ്ടി കുറച്ച് കംപ്ലൈന്റ് ആണ്, അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അപ്പൊ പറയാൻ പറ്റുന്ന വണ്ടികൾ ഏതെങ്കിലും ഉണ്ടോ? എടുക്കാൻ പറ്റാത്തതായിട്ടുള്ള മോഡൽസോ നമ്മുടെ അടുത്തില്ല. അങ്ങനെ പ്രശ്നമുള്ള വെഹിക്കിൾസോ അങ്ങനെയൊന്നുമില്ല. അധികം മോഡൽസ് നമുക്ക് ഇല്ല നോർമലി. പിന്നെ ഈ കോമൺ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ എടുക്കാൻ കുറച്ച് ടെൻഷനായിട്ടുള്ള വെഹിക്കിൾസോ ഒന്നും ഇല്ല. എല്ലാതും പക്ക നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെയിൻ്റെനൻസ് പ്രോപ്പർ ആയിട്ടുള്ള വെഹിക്കിൾസ് തന്നെ. പിന്നെ ഇതിലില്ലാത്തതായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ആഡ് ഓൺസ് കാര്യങ്ങളൊന്നും ഇല്ല. കോമൺ ആയിട്ട് വീണ്ടും വരുന്ന എല്ലാ ഫീച്ചേഴ്സും പിന്നെ എഞ്ചിൻ സിസ്റ്റംസ് ട്രാൻസ്മിഷൻ ഒക്കെ കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പാകത്തിനുള്ള മോഡൽസ് ഒന്നും നമുക്ക് പറയത്തക്കതായിട്ടുള്ള ഇല്ല. പിന്നെ നമുക്ക് യൂസേജ് ഡിപ്പെൻസ്. ഇപ്പോൾ ഈ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നവരാണ് കൂടുതൽ ഈ XC90 ഒക്കെ പ്രിഫർ ചെയ്യുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മുടെ പർപ്പസ്ഫുള്ളി എടുക്കാൻ പറ്റുന്ന മോഡൽസ് വെഹിക്കിൾസ് ആണ്. പിന്നെ ഈ ചില മോഡൽസ് ക്ലിയറൻസിൻ്റെ ഇഷ്യൂ ഉണ്ട്. നമുക്ക് V40 എന്ന് പറഞ്ഞൊരു മോഡലാണ്. V40 അത് അത്യാവശ്യം നല്ല വെഹിക്കിളാണ്. വേറെ പ്രശ്നങ്ങളോ 5 സിലിണ്ടറൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസും ആണ്, ഭയങ്കര ഡ്രൈവിംഗ് കംഫർട്ടാണ്, സേഫ്റ്റിയാണ്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മുടെ റോഡിലൊക്കെ അത് എന്താ പറയുക ക്ലിയറൻസിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അടി തട്ടുന്ന പ്രശ്നങ്ങളുണ്ട്. നമുക്ക് കുറേ വെഹിക്കിൾസ് സമ്പ് തട്ടിയിട്ട് ഓയിൽ ഡ്രെയിൻ ആയിട്ട് എഞ്ചിൻ വർക്ക് വരെ വന്നിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് അല്ലാതെ വെഹിക്കിളിൻ്റേതായിട്ടുള്ളതല്ല, ഈ നമ്മളുടെ ടെറൈനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടും നമ്മളുടെ പർപ്പസ്ഫുള്ളി യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത് സെലക്റ്റീവായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. അല്ലാതെ ഈ ബ്രാൻഡിന് ഇഷ്യൂ ഉള്ളത് ആയിട്ടുള്ള വെഹിക്കിൾസ് നമുക്കില്ല. അതർ ബ്രാൻഡ് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര മെയിൻ്റെനൻസ് കുറവും പിന്നെ ടെൻഷനായിട്ട് മേടിക്കേണ്ടതായിട്ടുള്ളതൊന്നുമില്ല. പർപ്പസ്ഫുള്ളി നോക്കിയിട്ട് മേടിക്കാം.